ബീഹാറിലെ ഗ്രാമാന്തരങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ജൈത്രയാത്ര BJP-യെയും സഖ്യകക്ഷികളെയും ഒരുപോലെ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ്. അവരുടെ അടിത്തറയില് പ്രകമ്പനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും തിരിച്ചുവരവിന്റെ ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയ്ക്ക് ഒരു പുതിയ മുദ്രാവാക്യം സമ്മാനിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ വോട്ട് നമ്മുടെ അവകാശം, ഒരാൾ ഒരു വോട്ട്. നമ്മുടെ വോട്ട് തട്ടിപ്പറിക്കാൻ നമ്മൾ ആരെയും അനുവദിച്ചുകൂടാ. അതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നുമല്ല. വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റു, എന്നെ പ്രധാനമന്ത്രിയാക്കൂ, എന്നെ MP ആക്കൂ എന്നൊന്നുമുള്ള ആവശ്യങ്ങളല്ല അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ വോട്ട് തട്ടിപ്പറിക്കാനുള്ള ഏത് ശ്രമങ്ങളെയും ചെറുക്കുക. ഒരാൾക്ക് ഓരോ വോട്ട് എന്ന തത്വം നിർബന്ധമായിട്ടും പാലിക്കുക. അത് ഗ്രാമങ്ങളിൽ പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, വോട്ട് കൊള്ളയെക്കുറിച്ച്, കള്ളവോട്ടിനെ കുറിച്ച്, ഒരു മേൽവിലാസത്തിൽ 80 വോട്ടുകൾ ചേർക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ബീഹാറിൽ 65 ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയിരിക്കുകയാണ്. ആരുടെ വോട്ടുകളാണ് ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സാധാരണക്കാരുടെ വോട്ടുകളാണ്, അല്ലെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ, പിന്നാക്കക്കാരുടെ, അവരുടെ വോട്ടുകളാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നത്. കാരണം നഗരങ്ങളിൽ താമസിക്കുന്നവര്, വിദ്യാഭ്യാസമുള്ളവര്, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ളവര് അവരവരുടെ വോട്ട് പട്ടികയിൽ ഉണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിനുള്ള ബദൽ നടപടികൾ സ്വീകരിക്കാനൊക്കെ കഴിവുള്ളവരാ. അവരത് ചെയ്യും. പക്ഷേ ഈ ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങള് അവരുടെ വോട്ടുകള് പട്ടികയിൽ നിന്ന് മാറിയോ ഒഴിവാക്കപ്പെട്ടോ എന്ന് അറിയുന്നില്ല. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആദ്യം ഇവർ നിങ്ങളുടെ വോട്ടർ ID പിടിച്ചു കളിക്കും. അതായത് നമ്മുടെ വോട്ടവകാശം. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ, ഏറ്റവും വിലപ്പെട്ട അവകാശമാണ് സമ്മതിദാനാവകാശം എന്ന് പറയുന്നത്. അത് സാധാരണക്കാരുടെ സമ്മതിദാനാവകാശം, പാവപ്പെട്ടവരുടെ, മാർജിനലൈസ് ആയിട്ടുള്ള ആളുകളുടെ, അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കാനാണ് ഇപ്പോൾ അധികാരി വർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആദ്യം നിങ്ങളുടെ വോട്ടർ ID ആയിരിക്കും ഈ അധികാരികൾ പിടിച്ചെടുക്കുക. പിന്നീട് നിങ്ങളുടെ റേഷൻ കാർഡ് പിടിച്ചെടുക്കും. അവസാനം നിങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകും. അതാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ഗ്രാമങ്ങളിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന മുന്നറിയിപ്പ്. അതവർ കേൾക്കുന്നുണ്ട്, അതവർ മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ റാലികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് 10,000-കണക്കിന് ആളുകള് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഈ വഴിയോരത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവരുമായിട്ട് സംവദിക്കുന്നു. പ്രസംഗം മാത്രമല്ല, അദ്ദേഹം അവരുമായിട്ട് സംവദിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുന്നു. ഒപ്പം RJD നേതാവ് തേജസ്വി യാദവ് ഉണ്ട്. പലപ്പോഴും തേജസ്വി യാദവാണ് അദ്ദേഹത്തിന്റെ വാഹനം, അദ്ദേഹം സഞ്ചരിക്കുന്ന ജീപ്പ് ഓടിക്കുന്നത്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനന്റെ തേര് തെളിയിച്ചതാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗങ്ങളില് തേജസ്വി യാദവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയെ അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കണം. ഒരു പുതിയ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ തുടക്കമാണ് വാസ്തവത്തിൽ ഇവിടെ കുറിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നോക്കൂ, ഈ വോട്ടവകാശം പ്രധാന വിഷയമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഈ ബീഹാറിൽ നടത്തുന്ന യാത്ര, ഗ്രാമയാത്ര എന്നതിനെ വേണമെങ്കിൽ പറയാം, അതിനൊരു കൃത്യമായ പശ്ചാത്തലമുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച വോട്ടുകൊള്ള, വളരെ കൃത്യമായിട്ട് തെളിവുകൾ, ഡേറ്റകൾ സഹിതം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വോട്ടുകൊള്ളയുടെ വലിയ ചരിത്രം, വളരെ ബൃഹത്തായ ഒന്ന്. ഒരൊറ്റ ലോകസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ അട്ടിമറികൾ കണ്ട് സത്യത്തിൽ ഇന്ത്യ മഹാരാജ്യം ഞെട്ടിനിൽക്കുകയാണ്. അതിനോടൊപ്പമാണ് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് പ്രത്യേക തീവ്ര പുതുക്കൽ, വോട്ടർ പട്ടിക പുതുക്കൽ. ആ ഒരു പരിപാടി അനുസരിച്ച് ബീഹാറില് ലക്ഷക്കണക്കിന് വോട്ടുകൾ, ഞാൻ പറഞ്ഞല്ലോ 65 ലക്ഷത്തോളം വോട്ടുകൾ ഇതിനകം മാറ്റിക്കഴിഞ്ഞു. ആ ഒരു പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചത്. സത്യം പറഞ്ഞാല് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞത് ഈ ജൂൺ വരെ സമ്മറി റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ 2025 ജൂൺ വരെ സമ്മറി റിവിഷൻ, അത് അങ്ങനെ കാലാകാലങ്ങളിൽ നടക്കുന്ന
ഇടയ്ക്കിടെ നടക്കുന്ന റിവിഷൻസ് ആണ്, പുതുക്കലാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് ഈ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ കയറി പിടിച്ചത്. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? അത് പ്രതിപക്ഷം ഏറ്റുപിടിച്ചു. രാഹുൽ ഗാന്ധി അതിശക്തമായിട്ട് ഉന്നയിച്ചു, പാർലമെന്റിൽ ഉന്നയിച്ചു, പാർലമെന്റിന്റെ പുറത്ത് ഉന്നയിച്ചു. ഈ പട്ടിക പുതുക്കൽ അശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു, വോട്ടർ പട്ടിക പുതുക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അവകാശം ഞങ്ങൾ ശരിവയ്ക്കുന്നു, അതിൽ ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ അങ്ങനെ പുതുക്കുമ്പോൾ പുറത്താക്കുന്നവർക്ക് പരാതി നൽകാനുള്ള സംവിധാനം വേണം. അതിനായിട്ട് ആരുടെയൊക്കെ പേരുകളാണ് ഒഴിവാക്കിയതെന്നുള്ളത് പ്രസിദ്ധീകരിക്കണം. അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം കൊടുക്കണം. ഒരു അപേക്ഷ നൽകിയാൽ ഇന്നേരം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന നിർദ്ദേശം? വോട്ടർ ID, അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകിയ വോട്ടർ ID അത് സ്വീകരിക്കരുത്, ആധാർ സ്വീകരിക്കരുത്, പിന്നെന്താ സ്വീകരിക്കുക? പാസ്പോർട്ടോ? ഈ ബീഹാറിലെ പാവപ്പെട്ട ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് എത്ര പേർക്കാണ് പാസ്പോർട്ട് ഉള്ളത്? അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാനുള്ള മറ്റെന്ത് രേഖകളാണ്? അതൊന്നും സ്വീകരിക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞ ആധാർ സ്വീകരിക്കാൻ പറഞ്ഞു. അതിനുള്ള നിർദ്ദേശവും പോയി കഴിഞ്ഞു. അപ്പോൾ രാജ്യം ഇന്ന് ഓരോ പൗരന്റെയും വോട്ടവകാശത്തെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന സമയമാണ്. അത് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. അതിന്മേൽ കടന്നു കയറാൻ, അത് മോഷ്ടിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ആ ഒരു വലിയ ദേശീയ ചർച്ച ഇന്ത്യക്ക് മുമ്പിൽ വെക്കുന്നതിനോടൊപ്പം ബീഹാറിലെ ഗ്രാമങ്ങളിൽ ഗ്രാമവാസികളെ കണ്ട്, സാധാരണക്കാരെ കണ്ട് നമ്മുടെ വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ യോഗങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് മഹാരാഷ്ട്രയിൽ വലിയ നേട്ടമുണ്ടാക്കി. പിന്നീട് 5 മാസത്തിനകം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് അതിൽ കുറെ പുതിയ വോട്ടർമാർ വന്നു. അതോടെ BJP തെരഞ്ഞെടുപ്പ് തൂത്തുവാരി. അപ്പൊ ആരാണ് ഈ പുതിയ വോട്ടർമാര്? അവരെവിടെ നിന്ന് വന്നു, അവരെങ്ങനെ വന്നു എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. 6 മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷം മഹാരാഷ്ട്രയിലെ പല മണ്ഡലങ്ങളിലും, മിക്ക മണ്ഡലങ്ങളിലും 8% വരെ പോളിംഗ് നടന്നു. അതെങ്ങനെ സംഭവിച്ചു? ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വല്ലതും കൈവശമുണ്ടോ? അതൊന്ന് കാണിക്കാമോ? അതിനൊന്നും ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. വീഡിയോ ദൃശ്യങ്ങളില്ല, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക നൽകാൻ തയ്യാറല്ല. രാഹുൽ ഗാന്ധിയെ കുറെ കുറ്റം പറയുക, പരോക്ഷമായിട്ട് ഭീഷണിപ്പെടുത്തുക. ഇതിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രാന്തവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിലുടനീളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാര്, അതുപോലെ തന്നെ തൊഴിലാളികള്, ചെറുകിട കച്ചവടക്കാര്, യുവാക്കൾ, കർഷകര്, ഇവർക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്, അല്ലാതെ അംബാനിക്കും അദാനിക്കും വേണ്ടിയല്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി മോദി നാവെടുത്താൽ അദ്ദേഹം സംസാരിക്കുന്ന അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ നമ്മെ ഭരിക്കുന്നത് BJP ഗവൺമെന്റ് അല്ല, NDA ഗവൺമെന്റ് അല്ല, അംബാനിയും അദാനിയുമാണ്. പട്ടണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഗ്രാമങ്ങളിലേക്ക് തിരിയുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഈ സന്ദേശം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗ്രാമങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ശൈലിയും അതുതന്നെയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പുറത്തായ ഇന്ദിരാഗാന്ധി 3 വർഷത്തിന് ശേഷം തിരികെ വന്നു. അതിന്റെ തുടക്കം കുറിച്ചത് 1977 ഓഗസ്റ്റ് 13. ബീഹാറിലെ തന്നെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി പര്യടനം നടത്തുന്ന ബീഹാറിലെ തന്നെ ബെൽച്ചി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് അവർ നടത്തിയ യാത്രയാണ്. അവിടെ പട്ടികജാതിക്കാരായ, പിന്നാക്കക്കാരായ ആളുകളെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഉണ്ടായി. ഇതറിഞ്ഞ് അവര് അവിടേക്ക് യാത്ര ചെയ്യുകയാണ്. പക്ഷെ കനത്ത മഴയായിരുന്നു, അതുകൊണ്ട് റോഡ് മാർഗം പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ അവർ ആനപ്പുറത്ത് കയറിയാണ് ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലെത്തിയത്. അവിടെ എത്തി ഈ അക്രമങ്ങൾക്ക് വിധേയരായ ആളുകളുടെ ബന്ധുക്കളെ സന്ദർശിച്ചു.
അവരെ സാന്ത്വനിപ്പിച്ചു, അവരോടൊപ്പം ഏറെ നേരം ചെലവഴിച്ചു. അതിനുശേഷമാണ് ഇന്ദിരാഗാന്ധി മടങ്ങിയത്. ഇത് ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിന്റെ തുടക്കമായിരുന്നു. അവരും ഗ്രാമങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചു. അങ്ങനെയാണ് 3 വർഷങ്ങൾക്ക് ശേഷം അവര് തിരിച്ചെത്തിയത്. ഇവിടെ ഈ ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലേക്ക് പോയത് ആഗസ്റ്റ് 13-നാണെങ്കിൽ, ഇപ്പോൾ ഈ യാത്ര നടക്കുന്ന അതേ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിച്ചത് ഓഗസ്റ്റ് 17-നാണ്. ഇന്ദിരാഗാന്ധി ബെൽച്ചിയിലെത്തിയത് ഓഗസ്റ്റ് 13-നായിരുന്നു. ഒരേ സംസ്ഥാനം, ഒരേ മാസം, അടുത്തടുത്ത ദിവസങ്ങൾ. ഇത് യാദൃച്ഛികമാകാം, പക്ഷേ പലതിന്റെയും സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. 16 ദിവസത്തെ യാത്ര, 1300 കിലോമീറ്ററാണ് അവർ സഞ്ചരിക്കുന്നത്. 20 ജില്ലകളില് അവരുടെ പര്യടനം നടക്കും. ഈ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഗെയിം ചേഞ്ചർ ആകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതാദ്യമല്ല രാഹുൽ ഗാന്ധി ഇതുപോലൊരു യാത്ര നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നുള്ള യാത്ര, അതിനുശേഷം മണിപ്പൂർ മുതൽ മഹാരാഷ്ട്രയിലേക്ക്, അങ്ങനെ 2 ഭാരത് ജോഡോ യാത്രകൾ അദ്ദേഹം നടത്തി. അതിന്റെ ഫലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയും ചെയ്തു. അന്ന് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നോ, മറ്റെന്തെങ്കിലും അട്ടിമറികൾ നടന്നോ എന്നറിയില്ല. എന്തായാലും NDAയും ഇന്ത്യ സഖ്യവും തമ്മിൽ ആ തെരഞ്ഞെടുപ്പിലെ അന്തരം വെറും 1.9% വോട്ടായിരുന്നു. പിന്നീട് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിയില്ല. JDUവിന്റെയും TDPയുടെയും സഹായം സ്വീകരിച്ചുകൊണ്ടാണ് മോദി ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയത്. ആ ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഒരു പുതിയ തുടക്കം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഇപ്പോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ആവശ്യം വന്നപ്പോൾ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നു. അത് മല്ലികാർജ്ജുന ഖാർഗെ അത് പ്രസ്താവിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്നല്ല പറഞ്ഞത്, ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥി എന്താണ്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പോലും ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ സന്നിഹിതരായിരുന്നു. ഒരു പുതിയ മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയാണ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കള്ളപ്രചാരണങ്ങൾ നടത്തി, അതുപോലെ സമൂഹത്തിൽ ഡിവൈഡ് സൃഷ്ടിച്ച്, വേർതിരിവ് സൃഷ്ടിച്ച്, വെറുപ്പിന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പരത്തി, വർഗീയത ഉണർത്തിവിട്ട് എക്കാലവും രാജ്യം ഭരിക്കാവുന്ന BJPയുടെ മോഹം, കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് അതിന് പറയുന്ന പേരൊക്കെ. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാല് ഒരുപക്ഷെ സമീപഭാവിയിൽ തന്നെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരാം. ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് BJPയെ അല്ലെങ്കിൽ NDAയെ മാത്രമല്ല, അവർക്ക് മാത്രമല്ല ഈ യാത്ര അങ്കലാപ്പുണ്ടാക്കിയിരിക്കുന്നത്. അത് ബീഹാറിലെ BJP JDU സഖ്യത്തിനും കൂടിയാണ്. ഇപ്പോൾ തന്നെ അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ഒരു BJP മുഖ്യമന്ത്രി തന്നെ ഉണ്ടാവണമെന്നാണ്. പക്ഷേ നിതീഷ് കുമാർ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. നിതീഷ് കുമാർ മത്സരിക്കേണ്ട എന്ന ചില അഭിപ്രായങ്ങൾ പോലും BJPയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അവർ തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല. അപ്പോൾ ഗ്രാമമേഖലകളിൽ രാഹുൽ ഗാന്ധിയുടെ റാലി ഉണ്ടാക്കുന്ന ഒരു വലിയ ഇമ്പാക്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഇമ്പാക്ട് അത് JDU വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടാവണം. അത് അല്ലാതെ അവർക്ക് സാധ്യമല്ല. അതിനെ കണക്കിലെടുത്തേ പറ്റൂ. അങ്ങനെ വന്നാൽ നിതീഷ് കുമാറിന് ഒരു പുനർവിചിന്തനം ഉണ്ടായാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അദ്ദേഹം പലവട്ടം പല ക്യാമ്പുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും കയറിയും ഇറങ്ങിയും ഒക്കെ ചരിത്രമുള്ള ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ചേർന്ന് മത്സരിച്ചതിന് ശേഷം പിന്നീട് RJDയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പട്നയിൽ നടക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു. പക്ഷെ ആ യോഗത്തിൽ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ കൺവീനർ ആക്കണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം തൃണമൂൽ കോൺഗ്രസും മറ്റും നിരാകരിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ സമ്മതിക്കാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം പിണങ്ങി ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തുപോയതാ. ഇന്ത്യ സഖ്യത്തിലായിരുന്നു ആദ്യം അദ്ദേഹം, പിണങ്ങിപ്പോയതാ. പിണങ്ങി വീണ്ടും BJPയുടെ കൂടെ കൂടി മന്ത്രിസഭ ഉണ്ടാക്കി. ഇനി ബീഹാറിൽ അധികാരം നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും വലിയ പദവികൾ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കളം മാറ്റി ചവിട്ടാൻ നിതീഷ് കുമാർ ഇനിയും മടിക്കില്ല. അതാണ് പറഞ്ഞത്,
രാഹുൽ ഗാന്ധി ഈ 20 ജില്ലകളിൽ നടത്തുന്ന യാത്ര, ഗ്രാമയാത്ര, അതിന്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.